മലയാളക്കരയെ മൊത്തം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് പ്രിയനടൻ സലീം കുമാർ നമ്മെ വിട്ടുപിരിഞ്ഞത്. ശനിയാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ ആ വിയോഗം ഇന്നും മലയാളികൾക്ക് വിശ്വസിക്കാനായിട്ടില്ല. ഞായറാഴ്ച വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ ലാഫിംഗ് വില്ലയുടെ മുറ്റത്ത് ആ ഭൗതികദേഹം സംസ്കരിക്കുമ്പോൾ ആ ചിരിമാഞ്ഞു പോയ ദുഃഖത്തിൽ ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. എന്നാൽ ഈ മരണവീട്ടിൽ നിന്നുള്ളൊരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. ചർച്ചയല്ല, യഥാർത്ഥത്തിൽ മലയാളിയുടെ സാംസ്കാരിക ജീർണതയുടെ നേർചിത്രമാണത്. പിതാവിന്റെ വിയോഗത്തിൽ നെഞ്ചു തകർന്നു നിൽക്കുന്ന മക്കളായ ചന്തുവിന്റെയും ആരോമലിന്റെയും മുഖത്തേക്ക് ക്യാമറയും മൊബൈലുമായി ഇരച്ചുകയറിയ ചില യൂട്യൂബർമാരുടെയും റീൽസുകാരുടെയും പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ദുരന്തമുഖങ്ങളിലും മരണവീടുകളിലും പെരുമാറേണ്ടതിന് ചില പെരുമാറ്റച്ചട്ടങ്ങൾ സ്വയം നിശ്ചയിക്കാൻ ഇനിയെങ്കിലും യൂട്യൂബ് ചാനലുകൾ തയ്യാറാകണം. മതപരമായ ചടങ്ങുകളോ അസ്ഥി പുഴയിൽ ഒടുക്കുന്നത് പോലെയുള്ള ആചാരങ്ങളോ ഇല്ലാതെ ലളിതമായി യാത്രയയക്കണമെന്നായിരുന്നു സലീം കുമാറിന്റെ ആഗ്രഹം. എന്നാൽ ആ ആഗ്രഹത്തെ പോലും ബഹളമയമാക്കുന്ന രീതിയിലായിരുന്നു ചിലരുടെ പെരുമാറ്റം. സോഷ്യൽ മീഡിയയിലെ റീൽസുകാരും ഓൺലൈൻ മാധ്യമങ്ങളും അതിരുകടക്കരുത്. പ്രേക്ഷകരും ഇത്തരം ക്ലിക്ക് ബൈറ്റ് കണ്ണീർ കച്ചവട വീഡിയോകളെ തള്ളിക്കളയാൻ ശീലിക്കണം. ഇനിയൊരു മരണവീട്ടിലും ഒരു മകനും മകൾക്കും ക്യാമറയ്ക്ക് മുന്നിൽ സഹികെട്ട് കയ്യേറ്റം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുതന്നെയാണ് ദി ഹാലി ന്യൂസിന് ഉറപ്പിച്ചു പറയാനുള്ളത്. ഇത്തരമൊരു വാർത്തയും അതിന്റെ ഉള്ളടക്കവും പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും ദി ഹാലി ന്യൂസിനെതിരെയും ചോദ്യശരങ്ങൾ ഉയരാം. മാധ്യമങ്ങളെല്ലാം ഒരുപോലെയല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും, സലീം കുമാറിന്റെ വീട്ടുപറമ്പിലോ ആ സംസ്കാര ചടങ്ങിനിടയിലോ ദ ഹാലി ന്യൂസിന്റെ ഒരൊറ്റ ക്യാമറയോ പ്രതിനിധിയോ അവിടെ ഉണ്ടായിരുന്നില്ല. മരണവീട്ടിലെ ആ വിലാപത്തെ വ്യൂസ് കൂട്ടാനുള്ള ഒരു കണ്ടന്റായി ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തികഞ്ഞ ധൈര്യത്തോടെ ഈ അതിക്രമത്തിനെതിരെ ഞങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ സാധിക്കുന്നത്. ദ ഹാലി ന്യൂസും ഭാവിയിൽ ഇത്തരം വീഡിയോകൾ എടുത്തേക്കാം, പക്ഷേ ആരെയും വേദനിപ്പിച്ച് വീഡിയോ എടുക്കില്ല. സംസ്കാര ചടങ്ങിന് തൊട്ടു മുൻപ് ഔദ്യോഗിക ബഹുമതികൾക്കായി പോലീസിന് സൗകര്യമൊരുക്കാൻ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചന്തു. എന്നാൽ പോലീസിന്റെയും ബന്ധുക്കളുടെയും നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി മൃതദേഹത്തിന്റെ തൊട്ടടുത്ത് വന്ന് മൊബൈൽ ക്യാമറകൾ മുഖത്തേക്ക് നീട്ടിയവരോട് ചന്തുവിന് അല്പം പരുഷമായി തന്നെ പ്രതികരിക്കേണ്ടി വന്നു. സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട് ആ വിയോഗവ്യത അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരു മകന് അവിടെ വന്ന ക്യാമറ കണ്ണുകളുടെ അതിരുകടന്ന ആവേശം കാരണം ദേഷ്യപ്പെടേണ്ടി വന്നു എന്നത് എത്രത്തോളം ക്രൂരമായ സാഹചര്യമാണ്. ഒരു മനുഷ്യന്റെ മരണത്തിലും അവിടെ അനുഭവിക്കുന്നവരുടെ വേദനയിലും സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് മാത്രം നോക്കുന്ന ഇക്കൂട്ടരെ ഏത് വിഭാഗത്തിലാണ് പെടുത്തേണ്ടത്? സെലിബ്രിറ്റികളുടെ മരണവീടുകൾ ഇന്ന് ചില യൂട്യൂബർമാർക്ക് വ്യൂസ് കൊയ്യാനുള്ള ഉത്സവപ്പറമ്പുകളായി മാറുകയാണ്. മുൻപും പല പ്രമുഖരുടെ മരണസമയത്തും ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. വീഡിയോകളും ദൃശ്യങ്ങളും എടുത്തോളൂ, അതിനാരും എതിരല്ല. പക്ഷേ അവിടെ ചോര വാർന്നു നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ സ്വകാര്യതയെ മാനിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. വ്യൂസ് മാത്രം നോക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക. മരണവീട്ടിലെ കണ്ണീര് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാനുള്ള വകയല്ല. എവിടെ ക്യാമറ ഓൺ ചെയ്യണം, എവിടെ ഓഫ് ചെയ്യണം എന്ന മിനിമം ബോധം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകണം.